അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെ യേശുവിന്റെ ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയായ മറിയയും തന്റെ സഹോദരന്മാരും ഒരുമിച്ച് ഒരുമനപ്പെട്ട് കൂടിയിരുന്ന് ഇവിടെ പ്രാർത്ഥന കഴിച്ചു പോന്നു എന്നതാണ്. നമ്മുടെ ജീവിതത്തിലും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കേണ്ടുന്ന ആവശ്യകത ഏറ്റവും വലുതാണ്. പ്രത്യേകിച്ച് നാം പ്രാർത്ഥിക്കാറുണ്ട് മറ്റുള്ളവരെ കാണിക്കുവാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനുമായിട്ട് നാം പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നു ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. എന്തുകൊണ്ടെന്നാൽ മത്തായി സുവിശേഷം 18-ാം അധ്യായം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്നും അവർക്ക് ലഭിക്കും. നാം ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും അത് ലഭിക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു.